അങ്ങനെ ഈ ആഴ്ചത്തെ വീക്കെൻഡ് ഹെയർ കട്ട് കൊണ്ടുപോയി. അതെ, ഇന്ന് എതിർക്കുട്ടന്റെയും ഇക്കാടെയും ഹെയർ കട്ട് ഡേ ആണ്. എതിർക്കുട്ടൻ ഇപ്പൊ പഴയതുപോലെ കടിച്ചിലും ബഹളമൊന്നുമില്ല. നല്ല കോപ്പറേറ്റീവ് ആയിട്ട് അവിടെ ഇരുന്ന മുടി കിട്ടും. അതിന്റെ ഒറ്റ റീസൺ ആ ഹെയർ കട്ട് ചെയ്യുന്ന പുള്ളിക്കാരിയാണ്. എതിർക്കുട്ടന്റെ ഹെയർ കട്ട് കഴിഞ്ഞ് ഇപ്പൊ ഇക്ക ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. എതിരുവാണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ക്യാൻഡീസും വെച്ച് കളിക്കുകയാണ്. അപ്പൊ ഇതാണ് ഹെയർ കട്ട് ചെയ്തിട്ടുള്ള രണ്ടുപേരുടെ ലുക്ക്. ഫുൾ വെട്ടിയിറക്കി. ഇനി അടുത്ത 2 മാസത്തേക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ഹെയർ കട്ട് ചെയ്യാൻ വന്ന ഒരു ചടങ്ങ് പോലെ തൊട്ടടുത്തുള്ള പെപ്കോ കയറില്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെയാണ്. ഞാൻ പല ടൈപ്പ് വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ട്. ഈ കാണാനാണ് നല്ല ബൊക്കേസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വെൻഡിങ് മെഷീൻ. എന്തോരം അടിപൊളി ബൊക്കേസ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കറങ്ങിയാലേ ഈ കടുപ്പോക്കറ്റ് കാലിയാന്നുള്ള ധാരണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പെപ്കോടകത്ത് കയറി. ഒക്ടോബർ ലാസ്റ്റോട് കൂടി ഇവിടുത്തെ ഏതൊരു കടയിടത്ത് പോയാലും നമുക്ക് ഫുൾ ക്രിസ്മസ് വൈബാണ്. ക്രിസ്മസ് ഡെക്കോർ, ഡ്രസ്, ബ്ലാങ്കറ്റ്, എന്തിനധികം ബേക്കിംഗ് സെക്ഷനിൽ പോലും ഫുൾ ക്രിസ്മസ് വൈബായിരിക്കും. പോരാത്തതിന്റെ നല്ല ക്യൂട്ട് കട്ട്ലറീസും ആൻഡ് ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള നല്ല ക്യൂട്ട് ബാഗ്സും കാണാം. എന്തായാലും നമ്മൾ വന്നിട്ടുള്ള ഇതൊന്നും മേടിക്കാനല്ല, ഇതിലുള്ള നല്ലൊരു വിന്റർ ഗ്ലൗസിന്റെ പെയർ മേടിക്കാനാണ്. ഈ 3-ലായിരുന്നു കൺഫ്യൂഷൻ. അവസാനം ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നേരെ പോയത് സോക്സിന്റെ സെക്ഷനിലാണ്. ബിക്കോസ് നെക്സ്റ്റ് വീക്ക് ഇവരുടെ സ്കൂളിൽ ഒരു ക്രിസ്മസ് ഫോട്ടോഷൂട്ട് ഉണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും എതിർക്കുട്ടി ഞങ്ങളിതാ ഈ കാണുന്നൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കുട്ടീനെ പോലെ മുടി വെട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തിരുന്നതിന്. ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അവൻ ഹാപ്പി. ഇനി ഞങ്ങളെ ഹാപ്പി ആക്കാൻ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്ത് നല്ലൊരു സീരീസും കണ്ടിരിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ.